ബൈ അങ്ങനെ വലിയൊരു ബ്രേക്കിന് ശേഷം നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. സ്കൂൾ ലീവായിട്ട് പോലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ബ്രേക്ക് വരാൻ എന്ത് കാരണം എന്ന് വെച്ചെങ്കിൽ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ടാണ്. അങ്ങനെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഇപ്പൊ 2 കടിയും വെങ്ങിട്ട് ഇപ്പൊ ട്രെയിനിൽ കയറിക്കാണോ. നമ്മ VIP സീറ്റ് ബുക്ക് ആക്കിയോണ്ട് തന്നെ നമ്മളെ സീറ്റിൽ ഒരു ബംഗാളിയോ ഇരിക്കാണ്ട് സേഫ് ആയിട്ട് ഉണ്ടായിന്. ഇത്ര നല്ല VIP സീറ്റ് മുടിച്ചിട്ട് നമ്മൾ എടുത്ത് പോകുന്നതെന്ന് വെച്ചെങ്കിൽ നമ്മൾ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. അങ്ങനെ മണിക്കൂറുകളുടെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ ലാസ്റ്റ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ നേരെ വിട്ടത് ഇവിടെ തന്നെ ഫേമസ് ഹോട്ടലായ ഹോട്ടൽ റഹ്മത്തിലേക്കാണ്. കോഴിക്കോട്ടാർക്ക് ഇതൊരു റഹ്മത്ത് തന്നെയാണ്. ഇവിടെ ആരെങ്കിലും ഫസ്റ്റ് ടൈം ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഓർ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ചെങ്കിൽ ക്ഷേമമുള്ള ആള് ഇവിടെ വന്നാൽ മതി. കാരണം അത്ര തിരക്കുണ്ടാന്ന് ഇവിടെ. പിന്നെ നമ്മ വരുമ്പോഴത്തേക്ക് എന്തോ ഭാഗ്യം കൊണ്ട് വലിയ തിരക്കുണ്ടായിട്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സീറ്റ് കിട്ടീന്. പിന്നില്ല ഗൈസ്, ഇങ്ങനത്തെ വലിയ വലിയ ഹോട്ടലല്ലോ പ്ലേറ്റ് വെക്കുന്നാട്ടി മുന്നേ ഇങ്ങനത്തെ പേപ്പറാല വെക്കല് എന്ത് കഥയെന്നറിയില്ല. ഇത്ര വലിയ പത്രാസലുള്ള ഹോട്ടല് വന്നില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ കുറവുണ്ടാവും നോക്കാണ് നമ്മളെ ഫാദർ. ഇവിടെ ഇത്രയല്ലേ ബിൽഡപ്പ് കൊടുക്കാനായിട്ട് എന്തുള്ളതെന്ന് ചോദിച്ചെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരിക്കലും വന്നില്ലെങ്കിൽ വരുന്ന എന്തായാലും വരണം. കാരണം ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമല്ല. ഞാൻ ജെന്യൂൻ ആയിട്ട് പറയാണ്. അത്ര നല്ല അടിപൊളി ഫുഡാണ്. എന്തായാലും നിങ്ങൾ ഒരിക്കൽ ട്രൈ ചെയ്യണം. ബില്ലാണെങ്കിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫുഡും കഴിച്ചിട്ട് നമ്മൾ നേരെ വിട്ടത് കോഴിക്കോട്ടുകാരെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ഓരോ ബീച്ചിലേക്കാണ്. അങ്ങനെ ഇവിടുത്തെ പ്രകൃതി രഹനീയമായ കാഴ്ചയെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ്സ് കഴിക്കാൻ തുടങ്ങി. ഞാൻ ഇവിടുത്തെ കുറച്ച് സ്ട്രീറ്റ് ഫുഡ്സ് എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾക്ക് തോന്നിയത് ഒരു ആവറേജ് ആയിട്ടാണ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് പള്ളിക്ക് പോയിട്ടാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച നമുക്ക് കാണുന്നത്. അതാണ് നിൽക്കുന്ന ഒരു അറബി. ഇയാളെ കാണുമ്പോ അറബിനെ പോലെ ഇല്ലെങ്കിൽ ഇയാൾ അപ്പുറത്തുനിന്ന് അയാളെ ഓളോട് അറബിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നിടാ. ഹണിമൂൺ ട്രിപ്പ് വന്നതായിരിക്കും അറബി. പിന്നെ ഇങ്ങനത്തെ സംഭവം കിട്ടിയാൽ ഫോട്ടോ വീഡിയോ എടുക്കൽ ഫറലാണല്ലോ. പ്രവർത്തനം കൊണ്ടും വായ തുറക്കൽ കൊണ്ടും തള്ളുന്ന മാത്രം ഒരു ജീവിയാണ് ഇത്. തൊണ്ടനായിട്ടും മെച്യൂരിറ്റി ആത്ത നിങ്ങളെ ചങ്കിന് അല്ലെങ്കിൽ നിങ്ങളെ ബ്രദറിന് ഇവിടെ മെൻഷൻ ചെയ്തോ. അതേപോലെ മെച്യൂരിറ്റി വരെ തന്റെ ഒരു അനിയനാണ് ഇത്. പാപ്പോ ഈ ചെക്കനെ നേരെ കളിക്കാൻ വിടുന്നില്ലാന്ന്. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന ട്രെയിനിന്റെ സമയമാകുമ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു വന്ന് ഇവിടുന്ന് നമ്മൾ ചായ അടിച്ചോണ്ട് മുണ്ടി മറിഞ്ഞോണ്ട് നിൽക്കുമ്പോൾ അവിടെ ഒരു വാവ് കാഴ്ച കാണുന്നത്. ശുദ്ധജലം മനുഷ്യന്മാർ മാത്രം കുടിച്ചാൽ പോരാലോ, നായ്ക്കളും കുടിക്കണ്ടേ. അപ്പൊ നായ്ക്കൾക്ക് ശുദ്ധജലം കുടിക്കാനുള്ള സൗകര്യം നമ്മൾ ഗവൺമെന്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ വേറൊരാൾ വന്നിട്ട് അവിടുന്ന് വെള്ളം എടുക്കുന്നത് നമുക്ക് ഉറപ്പായോണ്ട് തന്നെ നമ്മളെ ഫാദർ ജസ്റ്റ് അതിനൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ട്രെയിൻ എത്തിനാകുമ്പോഴത്തേക്ക് ട്രെയിൻ കയറിയിട്ട് ഇപ്പൊ നമ്മൾ കാസർഗോഡേക്ക് വിട്ടിട്ടുണ്ട്. ഈ പാതിര സമയത്ത് ആരെങ്കിലും ട്രെയിൻ കിട്ടായിട്ട് പാഞ്ഞുകൊണ്ട് വരുന്നുണ്ടാ നോക്കാണ് ഞാൻ. ഇല്ല ഗൈസ്, ആരും വന്നിട്ട. അങ്ങനെ നമ്മൾ ലാസ്റ്റ് കാസർഗോഡ് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇങ്ങനെ വ്ളോഗ് മുടങ്ങലാന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഓക്കെ ബൈ.